എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വീടും അതിൻ്റെ പരിസരവും എല്ലാം ഒന്ന് വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ വീടും പരിസരവുമാണ്. മാട്ര മണിക്കടവ് റൂട്ടിലാണ് ഞങ്ങളുടെ വീടുള്ളത്. ഇത് മണിക്കടവിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് ആണ്. നമുക്ക് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാം. കുട്ടികൾ രണ്ടുപേരും സൈക്കിൾ ചവിട്ടിലാണ്. സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം വീടിന് ചുറ്റും സൈക്കിൾ ചവിട്ടി നടക്കുക എന്നത് ഇവരുടെ ഒരു പതിവ് പരിപാടിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുൻപിലുള്ള ചെടികളൊക്കെയാണ് ഇത്. ഈ ചെടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞങ്ങൾ വെട്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇതാണ് വീടിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്നുള്ള വ്യൂ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പിൻവശമാണ്. ഞങ്ങളുടെ വീടിൻ്റെ താഴെ പപ്പയുടെ ചേട്ടൻ്റെ വീടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പറമ്പ്. ഇവിടെ കുറച്ച് കൃഷികളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പുല്ല് ശരിക്കും ഞങ്ങൾ വയക്കിയിട്ട് ഒരു മാസം ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. മഴ നിൽക്കാത്തത് കൊണ്ട് അത് വീണ്ടും ആർത്ത് കയറുവാണ്. ഇപ്പോഴും മഴ അങ്ങ് തീർത്ത് മാറാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും വയക്കാനും പറ്റില്ല. ഇതൊരു ചാമ്പയാണ്. ഇത് പാഷൻ ഫ്രൂട്ടാണ്. നമ്മൾ പന്തലിട്ട് കൊടുത്തേക്കുന്നതാണിത്. കുറച്ച് കാകളൊക്കെ ഉണ്ട്. മൾബറി പഴുത്തു. കുറച്ചുകൂടെ കറുപ്പാവണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ശരിക്കും ഈ മൾബറി കായ്ക്കണമെങ്കിൽ നമ്മൾ അത് വെട്ടി വിടണം കേട്ടോ. അത് ഇളം തണ്ടേന്നാണ് നന്നായിട്ട് കായ്ച്ചു വരുന്നത്. മൂത്ത തണ്ടേക്കാളും അത് നമ്മളിപ്പം വെട്ടി വിട്ടിട്ട് അതിൽ വീണ്ടും നിറച്ച് കായകൾ ഉണ്ടായി തുടങ്ങിയതാണ്. ഇതുണ്ടോ, നല്ല കറുത്ത കായാണ്. ഇത് പിഞ്ച് പഴുത്ത് വരുന്നേ ഉള്ളൂ. ഇത്ര ഇങ്ങനെ ഇതിന് കറുത്ത് വരണം. കറുത്ത് വരുമ്പോൾ നല്ല മധുരമായി. മറ്റേ റെഡിനൊരു ചെറിയൊരു പുളിപ്പാണ്. ഇത് മാവിൻ്റെ ഐറ്റംസ് ഒന്നും ഓർമ്മയില്ല. ഒരു 10-15 ടൈപ്പ് മാവുകൾ വെച്ചു. പക്ഷേ ഏതൊക്കെയാണെന്ന് ഇപ്പോൾ അറിയില്ല. ഇനിയിപ്പോൾ കായ്ച്ച് കഴിയുമ്പോൾ മാങ്ങ കണ്ടാൽ അറിയായിരിക്കും. നമ്മളിവിടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടതാണ് ഇതെല്ലാവേ. ഇവിടെ മുഴുവൻ ചേന കൃഷി ചെയ്തിട്ടുണ്ട്. ചേന ഉണ്ടായിരുന്നു. ചേന മൂത്ത് കണ്ടു കഴിഞ്ഞാണ്. ചേന മൂക്കാത്തതുകൊണ്ട് ഇവിടെ മൂത്ത് വരുന്നതുകൊണ്ട് ഇപ്രാവശ്യം ചേന അത്ര ശരിയായില്ല. മഴയായിരുന്നല്ലേ, നല്ല മഴയായിപ്പോയി. അതുകൊണ്ട് വേലി കിട്ടണം ചേനയ്ക്ക് അത്യാവശ്യം. മഴ മാത്രമാണെങ്കിൽ ചേന അത്ര അങ്ങ് ആവില്ല. ഇത് പോംഗ്രാനൈറ്റ് ആണ്. പുല്ലും പോംഗ്രാനൈറ്റും ഒക്കെ ഏകദേശം ഒരേ ഷേപ്പിലിരിക്കുന്നു. ഒരേ ഹൈറ്റായി ഇപ്പോൾ പുല്ലിന്. കുറച്ച് തെങ്ങുകൾ നട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയില്ലേ. ഇപ്പോൾ 4-5 തെങ്ങ് നട്ടിട്ടുണ്ട്. ഇനിയും കുറച്ചുകൂടി തെങ്ങ് നടണം. പുറയിൽ ഞങ്ങളുടെ വീടിൻ്റെ പുറയിൽ റബ്ബറാണ്. ആ റബ്ബർ റീപ്ലാന്റ് ചെയ്യണം. ആ റബ്ബർ വെട്ടാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. പക്ഷേ 2-3 വർഷം വെട്ടാനുള്ള റബ്ബറുണ്ട്. എങ്കിൽ പോലും ഈ മഴയൊക്കെ കാരണം വെട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ റബ്ബർ മാറ്റിയിട്ട് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഫലവൃക്ഷങ്ങളൊക്കെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഇനിയുണ്ട് ഇത് റംബൂട്ടാനാണ്. റംബൂട്ടാൻ്റെ തന്നെ ഒരു 3 തൈയുണ്ട്. റംബൂട്ടാനും വലുതായി ഇത് നല്ല വലുപ്പത്തിലായാൽ മാത്രമേ നോപ്പറ ഒരു പേര കണ്ടോ, ആ വലുപ്പത്തിലാവണം. കുറേ പേരയുടെ വലുപ്പമാവണം, എന്നാലേ റംബൂട്ടാൻ കായ്ക്കുള്ളൂ. ഇത് പ്ലാവാണ്. അത് പ്ലാവ് തന്നെ വിയറ്റ്നാം പല ടൈപ്പുകളാണ്. പിന്നെ മഞ്ഞ, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ള പ്ലാവുകളും. ഒരു പ്ലാന്തായി കരിഞ്ഞു മഴയുടെ അത് കിടക്കൂലല്ലേ ഇനി. അത് നന്നായിട്ട് ഉണങ്ങിപ്പോയി. ഒരെണ്ണം ഇതുപോലെ കേടായിട്ട് നമ്മൾ മരുന്നടിച്ച് അതിനെ രക്ഷപ്പെടുത്തി എടുത്തതാണ് ഈ കാണുന്നത്. ഇത് പക്ഷെ പോയി. നമ്മുടെ പപ്പായ 3 പേരെയും കായ്ച്ചു കേട്ടോ. പേരയിൽ 1-2 കായൊക്കെ ഉള്ളെങ്കിലും 3 പേരെയും കായ്ച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൂത്ത് വെപ്പുണ്ട്. 1-2 കുറേ പൂക്കളൊക്കെ പൂത്ത് വെപ്പുണ്ട്. അപ്പുറം ചെറിയൊരു പേരയാണ്, പക്ഷേ അത് നിറച്ച് കായ്ക്കുന്നുണ്ട്. വവ്വാലിൻ്റെ കൂടെ ഭയങ്കര ശല്യമാണ്. വവ്വാലും പക്ഷികളുണ്ടായിരുന്നു. ഇന്ന് കണ്ടമാനം പക്ഷികളുണ്ടായിരുന്നു. വവ്വാല് പക്ഷികളൊക്കെ ഒന്ന് കൊത്തുന്ന ഈ കാണുന്നത്. പഴുത്ത് കറക്റ്റാകുമ്പോൾ അവർക്ക് അറിയാം. പിഞ്ച് അവർ തൊടുകയില്ല. പഴുത്ത് പേരയെല്ലാം അവരിങ്ങനെ പേരയ്ക്ക് ഒരെണ്ണം പോലും കിട്ടുകയില്ല. ഇവ നിറച്ച് വലയിട്ടിട്ട് വെക്കേണ്ടി വരും. വലയിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുമായിരിക്കും. നിറച്ച് കായുണ്ട് ഇതിനകത്ത്.
ഇതുണ്ടല്ലോ ഇതെല്ലാം മുട്ടുകളാണ്, ഇതെല്ലാം കായ്കളാവും. പക്ഷേ ചെറിയൊരു വില ഞങ്ങൾ ഇട്ടു അതിന് മുകളിൽ, പക്ഷെ അതിനകത്തൂടെയൊക്കെ കയറി വരുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഇവിടെ ഉണ്ടായിരുന്നൊരു പേരയാണ്, അത് ഇച്ചിരി വലുതായി. ആ പേര നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ട്. ഇത് ഇങ്ങനെ ചെരിഞ്ഞ് കളഞ്ഞ സ്ഥലമാണ്. അപ്പോൾ നമ്മളിവിടെ ലെവലാക്കി എടുത്തതാണ്. ഇവിടെ കുറച്ച് മണ്ണ് കൂടുതലുണ്ടായിരുന്നു, അത് വീടിൻ്റെ ഭാഗത്തേക്ക് താഴേക്ക് ചെരിഞ്ഞ് കിടന്ന പോലെയാണ്. അപ്പോൾ അവിടെ നമ്മൾ മണ്ണ് ലെവലാക്കി എടുത്തു. ഇവിടുത്തെ മണ്ണ് വേറെ പുറത്തേക്ക് കൊണ്ടുപോയില്ല, പുറത്തുനിന്ന് വേറെ മണ്ണ് കൊണ്ടൊന്നുമില്ല. ഇവിടെ തന്നെ നമ്മൾ തട്ടി ലെവലാക്കിയിട്ടു. വീട് നിങ്ങൾ റോഡിൽ നിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയില്ലേ റോഡ് ലെവലല്ലേ കാണുന്നത്, പക്ഷേ പുറവശത്ത് കണ്ടാൽ ഭയങ്കര ഒരാൾ പൊക്കത്തിൽ രണ്ടാൾ പൊക്കത്തിൽ കുഴിയാണ്. ഇത് സപ്പോട്ടയാണ്, സപ്പോട്ട തൈകളും 3-4 ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു മാംഗോസ്റ്റിനും അതിൻ്റെ പേര് അവക്കാഡോയും. ഇത് മാംഗോസ്റ്റിനും ഇത് അവക്കാഡോ ആണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, മണ്ണിട്ട് ലെവലാക്കി. അപ്പം വീട് കണ്ടോ, മറ്റേതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. ആ മതിൽ ഒരു സ്റ്റെപ്പ്, അതിൻ്റെ താഴെ വേറൊരു കെട്ട്, അത് പിന്നെ സ്റ്റെപ്പ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടും കൂടി 2 ആൾ പൊക്കത്തോളം ഉണ്ട് പുറകുവശത്ത്. ഈ സൈഡ് പൊക്കം കുറവാണ്, അപ്പുറത്തെ വശം വരുമ്പോഴത്തേനും ശരിക്കും ഭയങ്കര ഹൈറ്റാണ്. അപ്പോൾ മുമ്പിൽ നോക്കി അത് തോന്നില്ല, ഇങ്ങനെ സ്ഥലം ഇങ്ങനെ പുറയിലേക്ക് കുഴിയാണ്. പിന്നെ അങ്ങേയറ്റം ഒരു തോടാണ്, മാട്ടറ പുഴ എന്നൊക്കെ നമ്മൾ പറയും. അത് പക്ഷേ 2 കൈവഴിയുണ്ട്. അപ്പോൾ ഈ കൈവഴി കൂടി വെള്ളം കുറവാണ്. ഇപ്പം വലിയ മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് വെള്ളം വരുള്ളൂ. ഇതൊരു നാരകമാണ്, ശരിക്കും ഓറഞ്ചിൻ്റെ ഒരു കളറാട്ടോ. അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളർ, കുഞ്ഞതാണ്, ഇങ്ങനെ കൊലകുത്തി കായ്ക്കും. നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ നിറച്ച് കായ ഉണ്ടായിരുന്നേ. പിന്നെയും കായ കുറെ കിട്ടി, ഞങ്ങൾക്ക് ഇടയ്ക്ക് നാരങ്ങകളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഓറഞ്ചിന്റെ ടേസ്റ്റാണ്, വെറുതെ തിന്നാനും ടേസ്റ്റ്. അത് ഓറഞ്ച് പോലത്തെ പിഴിഞ്ഞ് നമുക്ക് വെള്ളം കുടിക്കാം. കറുവ, സിന്നമൺ എന്ന് പറയും അല്ലേ, കറുവ. വലുതായിട്ട് ഇതിൻ്റെ തൊലിയാണ് നമ്മൾ കറുവ പട്ടയായിട്ട് എടുക്കുക. വലുതാണ്. എന്നിട്ട് അതിൻ്റെ ഓരോ കമ്പയിൽ നിന്ന് നമ്മൾ തൊലി പോലെ ആവണം, എന്നാൽ മാത്രമേ നമുക്ക് ചെത്തിയെടുത്ത് ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പറേ 2 ഞാവലുകളാണ്. ഞാവൽ ഒന്ന് ഇവിടെ 2 ഉണ്ട്, പിന്നെ ഇച്ചിരി വലുത് ആ സൈഡിലുണ്ട്. 3 ഉണ്ട്. കുറച്ചെണ്ണം കൂടുതൽ നട്ടായിരുന്നു ഞങ്ങൾ. പിന്നെ തെങ്ങിനൊക്കെ ചോലയാവുന്നതുകൊണ്ട് കുറച്ച് ഞാവൽ ഒഴിവാക്കി. ഇവിടെയാണ് ഞങ്ങളെ ഇതെല്ലാം നനയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു എക്സ്ട്രാ കറണ്ട് കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, കാർഷിക കണക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മോട്ടോർ വരെയായത്. പിന്നെ ഇവിടുന്ന് കാണാൻ രസമാണ് നല്ല വീട്. ഇവിടെ ഒരു ഈ ഭാഗത്തായിട്ടൊരു ഹട്ട് ഉണ്ടാക്കണം എന്നുണ്ട് എൻ്റെ ആഗ്രഹം. അവിടെ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് നോക്കുമ്പോൾ നല്ല രസമല്ലേ. വൈകുന്നേരം ലൈറ്റപ്പൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഒന്ന് പെബിൾസൊക്കെ പാകി ഒക്കെ ചെയ്യണമെന്നുണ്ട്. സാവകാശം നടക്കുള്ളൂ. വീടിന് ഇൻ്റർലോക്കൊന്നും ചെയ്തിട്ടില്ല. ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ കഴിയട്ടെ. 2 വർഷമായി ഇപ്പോൾ വീട്, 2 വർഷത്തോളം ആവുന്നു വീട് പണിയുന്നിട്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പം വീടിൻ്റെ കടമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ കുറേശ്ശെ ചെയ്യാം. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ മതിൽ കെട്ടിയിട്ടുണ്ട്. ആദ്യം ഇവിടെ മതിലില്ലായിരുന്നു. ഈ മതിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഒരു മതിലും പറമ്പിന് ഒരു മതിലുമാണ് സെപ്പറേറ്റ്. ഈ പറമ്പ് സെപ്പറേറ്റ് എന്ന് പറഞ്ഞ പോലെ കിടക്കുന്നത്. ഇതിന് സെപ്പറേറ്റ് ഒരു ഗേറ്റ് ഒക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം വീടിന്റെ മൊത്തം ചുറ്റുമതിൽ കെട്ടിയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് പറമ്പിന്റെ ഇതെല്ലാം കെട്ടിയെടുത്തത്. അതുകൊണ്ടാണ് ഇത് 2ആയിട്ട് കിടക്കുന്നത്. ചെറിയൊരു വഴി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങോട്ട് പറമ്പിലേക്ക് ഇറങ്ങാനായിട്ട്. പുറത്തുനിന്ന് റോഡിൽ നിന്ന് ഇങ്ങോട്ടൊരു റോഡിനുള്ള സ്പേസ് ഇട്ടിട്ട് ഞങ്ങൾ വലിയ ഗേറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ ഒരു റോഡാക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ആ പുഴ സൈഡ് വരെ റോഡാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഈ മരമൊക്കെ റീപ്ലാന്റൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും ഈ മരമൊക്കെ കൊണ്ടുപോകാനൊക്കെ റോഡ് വേണം. പിന്നീട് എന്തെങ്കിലും നമ്മൾ പ്ലാന്റ് ചെയ്യുകയോ വളം കൊണ്ടുവരികയൊക്കെ ചെയ്യുവാണെങ്കിൽ റോഡ് ആവശ്യമാണ്. പിന്നെ റിട്ടയർഡൊക്കെ ആയി കഴിയുമ്പം ഇവിടെ ഒരു റിസോർട്ടായിട്ട് ഡിസൈൻ ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും അഭിപ്രായമൊക്കെ എഴുതണം. അപ്പം ഇങ്ങനെ നന്നായിട്ട് ചെരിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല, കാരണം കാടൊക്കെ വയക്കി കഴിയുമ്പോൾ ശരിക്കും കാണിക്കാം. അത് ഇപ്പോൾ വയക്കിയിട്ട് 1 മാസമായുള്ളൂ. അതിന് മുമ്പ് ഇത്രയും കാടായി. പുല്ല് ആർത്ത് വളരുകയാണ്. നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ. മഴയങ്ങ് മാറിയിട്ടില്ല. ഒരു മെയ് മാസം 15-ാം തീയതി തുടങ്ങിയ മഴയാണ്. ഒക്ടോബർ മാസം
25 24. അപ്പോൾ ഇത്രയും ദിവസവും മഴ പെയ്യുകയാണ്. ഇടയ്ക്ക് 1-2 ആഴ്ചയൊക്കെ ചെറിയ തോർച്ച കിട്ടിയപ്പോഴാണ് നമ്മളിത് വയക്കിയത്. സ്വന്തം വയക്ക് ചെയ്ത് കേട്ടോ, മുഴുവനായിട്ട് വയക്ക്. അതുകൊണ്ട് സ്വന്തം വയക്ക് ചെയ്ത്, പുറത്തുനിന്ന് ആളെ കൂട്ടിയൊന്നുമില്ല. ചെറിയൊരു വയക്ക് മെഷീൻ പഴയത് ഞങ്ങൾ റിപ്പയറൊക്കെ ചെയ്തെടുത്ത് അത്യാവശ്യം നമ്മൾ സ്വന്തം പരിപാടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീടിൻ്റെ പരിസരത്ത് റോഡൊക്കെ നമ്മൾ വയക്കി. കുട്ടി എന്നാ ഉണ്ടാക്കുന്നേ? തോണി ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. എല്ലാ ദിവസവും മഴയായിരുന്നുകൊണ്ട് കൊച്ചി എല്ലാ ദിവസവും തോണി വെള്ളത്തിൽ ഇറക്കി ഇപ്പം ഫുൾ ടൈം തോണി പരിപാടിയാണ്. ഞങ്ങളുടെ തിരിഹൃദയം കണ്ടോ? തിരിഹൃദയം ഈ ചെടി അറിയപ്പെടുന്നത്. ഇത് ഞങ്ങളിങ്ങനെ ബോർഡർ പോലെ രണ്ട് വശത്തും ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി നിർത്തുന്ന കാണുമ്പോൾ നല്ല രസമില്ലേ? അപ്പോൾ ഇത് ഒരു കളറ് മാത്രമാണ്, പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ റെഡ് കളറാണ്. ഇതാണ് ഒറിജിനൽ സാധാരണ തിരിഹൃദയം എന്ന് പറയുന്നത്. പക്ഷേ ഈ കളറാണ് നല്ല, ഇതിപ്പോൾ ഇച്ചിരി കളർ വെച്ച് മങ്ങിയിട്ടുള്ള മഴ കാരണം നല്ല റെഡ് കളറായിരിക്കും. നല്ല പ്യുവർ റെഡ്, നല്ല രസമാണ് ഇത് കാണാൻ. പിന്നെ ഒരു പച്ച ഷെയ്ഡുണ്ട്. ഇവിടെ ഒരു പച്ച ഷെയ്ഡുള്ള തിരുഹൃദയം എന്ന് പറഞ്ഞ ചെടിയുണ്ട്. അപ്പോൾ ഈ ഇലയുടെ ഷേപ്പ് ഒരു ഹാർട്ട് ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് തിരുഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ പച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പൊതുവെ എല്ലാവർക്കും ഈ റെഡ് കളറിനോടാണ് താല്പര്യം. നമുക്ക് പിന്നെ ചെടിയിൽ കൂടുതൽ ബൊഗൈൻവില്ലയാണ്. ഇത് നമ്മുടെ കോളാമ്പി പൂവാണ്. ഈ ചെടിയൊക്കെയാണ് കോളാമ്പി എന്ന് പറയുന്നത്. പക്ഷേ ഈ കോളാമ്പി എന്ന് പറയാൻ കാരണം എന്ന് നോക്കി, ഇതിനകത്ത് ശരിക്കും കണ്ടാവും ഈ പൂവിൻ്റെ പ്രത്യേകത കോളാമ്പി പോലെയുണ്ട്. കണ്ടില്ല? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കോളാമ്പി കണ്ടിട്ടില്ലേ? പിന്നെ ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് കേട്ടോ ഇതുപോലെയുള്ള ചെടികളൊക്കെ. എന്നാൽ ഫുൾ ടൈം തന്നെ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഞങ്ങളുടെ മെയിൻ ചെടികളൊക്കെ ഇതാണ് ബൊഗൈൻവില്ലയാണ്. ബൊഗൈൻവില്ലയിൽ പൂവായി വരുന്നതേ ഉള്ളൂ. മഴ അങ്ങനെ നിൽക്കണം, ചെറിയ നല്ല വെയിൽ വേണം ഇതിന്. വെയിലും വേണം, നനവും വേണം, വെള്ളവും കിട്ടണം. എങ്കിൽ നന്നായിട്ട് പൂക്കും. ഇത് നിറച്ച് ഇല പോലും കാണാത്ത രീതിയിൽ പൂക്കും. നമ്മുടെ ഇതിലെ ഒരു 6 ട്രിപ്പോളം ബസ്സുണ്ട് കേട്ടോ. ഇത് വൈകുന്നേരത്തെ ലാസ്റ്റ് ട്രിപ്പാണ്. ഇത് മണിക്കടവിന് പോകും. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് വീണ്ടും ഇരിട്ടിയിലേക്ക് ട്രിപ്പ് അടിക്കുന്നതാണ്. ഈ ലാസ്റ്റ് ട്രിപ്പാണ്. ഇപ്പോൾ ഹോൾട്ടാണ്. രാവിലെ എത്ര മണിക്ക് ഈ ബസ് പോകുന്നത്? 6:15 മുതൽ ബസ്സുണ്ട്. 6:15. പിന്നെ അടുത്തത് 7:40. അത് കഴിഞ്ഞ് 8:40. അത് കഴിഞ്ഞ് 9:30. പിന്നെ വൈകുന്നേരമാണ് ഈ ബസ്സെല്ലാം തിരിച്ചു പോവുക. കാരണം ഉച്ചയ്ക്കത്തെ ട്രിപ്പ് ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ ഇടയ്ക്ക് വരും. അത് ഇതിപ്പോൾ ഇടയ്ക്ക് ഇത് കാണുള്ളൂ. ഉച്ചയ്ക്ക് മിക്കവാറും ട്രിപ്പ് ഉണ്ടാവില്ല. രാവിലെയും വൈകുന്നേരം ട്രിപ്പുള്ളൂ. ഞങ്ങളിവിടെ വെക്കാൻ വേണ്ടിയാണ് തിരുഹൃദയം കൊണ്ടുവന്നത്. പക്ഷേ തിരുഹൃദയം കൊണ്ടുവന്നിട്ട് പിന്നീട് അത് കുറേശ്ശെയായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഓർഡറാക്കിയത്. ഇപ്പോൾ ഇവിടെ പുതിയൊരു ചെടി കൊണ്ടുവന്നു. ഈ ചെടിയുടെ പേരൊന്നും അറിയില്ല. നല്ല രസമാണ് കാണാൻ. ചിലപ്പോൾ നിറച്ച് പൂക്കളുണ്ടാവും. ഈ ഒരു ഫിനിഷാണ്. നല്ല രസമുണ്ടാകും പൂക്കൾ കാണാൻ. പിന്നെ കുറച്ച് റോസ് പൂക്കളുണ്ട്. പിന്നെ ഇലച്ചെടികളൊക്കെയാണ്. ഇതൊക്കെ ചെടിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ചെടി അധികം വാങ്ങാറില്ല കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ടൊക്കെ വെച്ച് പിടിപ്പിക്കലാണ് കൂടുതലും. വാങ്ങി അധികം പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങൽ കുറവാണ്. അങ്ങനെ കുറേശ്ശെ വെച്ച് പിടിപ്പിച്ച് സ്വന്തമായിട്ട് പിടിപ്പിക്കലൊക്കെയാണ്. വാങ്ങിയ 1-2 ചെടികളാണ് ഈ വെച്ചേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ചെടിയാണ്. അത് കുറച്ച് നന്നായിട്ട് വലിപ്പം വെക്കും. അധികം പൊങ്ങാതെ നിർത്തണം. പിന്നെ ഇതും അതുപോലെ തന്നെ വെട്ടി നിർത്തിയതാണ്. ഇതിലും ഹൈറ്റായി, ഒരാൾ പൊക്കത്തിൽ കൂടുതൽ ഹൈറ്റായാൽ നമുക്ക് വെട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഇത്രയും ഹൈറ്റ് നിർത്തും നമ്മൾ. ഈ ചെടിയും അതുപോലെ വെട്ടി നിർത്തുന്ന ചെടിയാണ്. അതിൻ്റെ ചെടിയുടെ പേഴ്സ് അപ്പുറം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും വലുപ്പം വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ വലുതായി വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ മണ്ണ് ഇച്ചിരി എടുത്തിട്ട മണ്ണായിരുന്നു. അങ്ങോട്ട് വരുമ്പോൾ അത്ര മണ്ണ് കുറച്ചുകൂടെ സ്ട്രോങ് ഹാർഡാണ്. അവിടുത്തെ അടിയിലുണ്ടായിരുന്ന മണ്ണ് തന്നെ ആയതുകൊണ്ട് ഇച്ചിരി വളക്കൂറ് കുറവാണ്. പിന്നെ ഇച്ചിരി ഹാർഡാണ്, കല്ല് പോലെയാണ്. ഈ വെട്ടുകളിലൊക്കെ ആവുന്ന രീതിയിലേക്ക് എത്തി ആ കല്ലൊക്കെ. അതൊക്കെ നമുക്ക് കുറച്ച് വാഴകളൊക്കെ ഉണ്ട് കേട്ടോ. ഏത്തവാഴയുണ്ട്, ഞാലിപ്പൂവനുണ്ട്, കണ്ണനുണ്ട്, പൂവനുണ്ട്. അങ്ങനെ കുറേ വാഴകളുണ്ട്. അത് നമ്മൾ കെട്ടിൻ്റെ താഴ്ഭാഗത്താണ് കൃഷി ചെയ്തേക്കുന്നത്. ഞാലിപ്പൂവനാണ് കേട്ടോ ഈ കാണുന്നതല്ല. ഞാലിപ്പൂവൻ നല്ല ഹൈറ്റ് വരും. നിങ്ങൾ നോക്കി ഇവിടെ
നല്ല താഴ്ചയുണ്ട്, എന്നിട്ടും ഇവിടെ ഇത്ര പൊക്കമുണ്ട്. സമയം തൊട്ടടുത്ത് നിൽക്കുന്നത് ഇതിനായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതുണ്ടല്ലോ ഇത്ര ഹൈറ്റിലാണ്. കമ്പയർ നോക്കുമ്പോൾ തൊട്ടടുത്ത് കാണുന്നത് ഏത്തവാഴയാണ്. അതിന് പൊക്കം ഇത്രയും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഏത്തവാഴയ്ക്ക് അത്ര ഹൈറ്റ് വരില്ല. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഏത്തക്കുല എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്നില്ലേ, നീളമുള്ള പഴം. മറ്റേത് ചെറിയ പഴമായി ചെറുപഴമായിരിക്കും. വലിയ വാഴയാണെങ്കിലും പഴം ചെറുതായിരിക്കും. കുറേ പഴം ഉണ്ടാകും. പക്ഷേ ഒരു കൊലയ്ക്കകത്ത് കുറേ പഴം ഉണ്ടാവും. ഇവിടെ നല്ല ഹൈറ്റ് ആയതുകൊണ്ട് ഇപ്പം മുട്ടൊക്കെ കൊടുത്ത് നിർത്തിയേക്കാണ്. ഇതിനെല്ലാം ഞങ്ങൾ പെർമനൻ്റായിട്ട് മുട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈ ശീമക്കൊന്ന എന്ന് പറഞ്ഞൊരു നമ്മൾ മുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന, താങ്ങിന് ഉപയോഗിക്കുന്നൊരു ചെറിയൊരു മരമാണ്. നമുക്ക് വെട്ടി നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇല കണ്ടോ, ആ കറിവേപ്പിലയുടെ ഇല പോലെയൊക്കെ ഇരിക്കും ഏകദേശം കണ്ടാൽ. ഇവിടെ നമ്മൾ 2-3 മാവും പിന്നെ ആര്യവേപ്പുണ്ട്. ഇതൊരു മാവ്, അതിൻ്റെ അപ്പുറം ഉണ്ട് 2-3 മാവുകൾ. ഇവിടെ ഒരു ആര്യവേപ്പ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റെപ്പാണ്. ഇതിൻ്റെ താഴെ വീണ്ടും അടുത്ത സ്റ്റെപ്പുണ്ട്. സമയം അങ്ങനെ ഇരുട്ടായി തുടങ്ങി. ഞങ്ങളുടെ വീടിൻ്റെ ഉൾവശത്തെ വീഡിയോയാണിത്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. ഞങ്ങളുടെ ഹൗസ് വാമിങ്ങിന് തൊട്ട് മുമ്പായിട്ട് വീട് പണി കഴിഞ്ഞ ഉടൻ തന്നെ എടുത്ത വീഡിയോ ആണ്. ഫർണിച്ചറൊക്കെ ഇടുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയാണ്. ഇതാണ് ഞങ്ങളുടെ ഹാള്, ഷോക്കേസും അതുപോലെ തന്നെ പ്രെയർ ഏരിയ ആണിത്. ഇവിടെ TV ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ്. എല്ലാ റൂമിലും നമ്മൾ ഇൻബിൽറ്റ് കബോർഡുകളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ബാത്റൂമാണ്. എല്ലാ ബാത്റൂമിലും നമ്മൾ മിററും വാഷ് ബേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ് ഏരിയ ആണ്. ഇത് കിച്ചൺ. കിച്ചണിൽ കബോർഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെ നമ്മളാക്കിയിരിക്കുന്നത്. അത് എക്സോസ്റ്റ് ആണ്. നമ്മുടെ കിച്ചണിലെ മണമൊക്കെ പുറത്തേക്ക് വലിച്ചു കളയാൻ വേണ്ടിയിട്ടുള്ള. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. ഇത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.